സ്റ്റാർട്ട് എഞ്ചിൻ വെച്ചിട്ട് നമുക്ക് ABS ഓഫ് ചെയ്യാൻ പറ്റും വണ്ടിയുടെ ഫുള്ളായിട്ട് അല്ലേ? ഇത് വാട്ടർ പ്രൂഫും കൂടിയാണ്, അപ്പോൾ നമുക്ക് തുറന്ന് കാണിക്കാൻ പറ്റില്ല. നമ്മളിവിടെ എവിടെയും തൊട്ടില്ല, എല്ലാം ഈ ഫോൺ വഴിയാണ്. Kochimachan and welcome back to another vlog. അപ്പോൾ ഞാൻ ഇന്നൊരു വെറൈറ്റി സാധനമായിട്ടാണ് കൊണ്ടുപോയിരിക്കണേ. എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്റ്റാർട്ട് എൻജിൻ കണ്ടോ, വോയിസ് ആക്ടിവേഷൻ ഇനി നമ്മുടെ എല്ലാ ബൈക്കിലും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റി ചെറിയൊരു വീഡിയോയ്ക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ എമിലാണ് നമ്മുടെ ഈ സ്വന്തം വണ്ടിയിൽ ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് വെച്ച് അതൊരു വോയിസ് ആക്ടിവേഷൻ ഡിവൈസ് ആക്കി സ്വന്തം വണ്ടി ഫോൺ വഴിയാണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യണ കാര്യങ്ങളും. അപ്പോൾ എമിലെ പറഞ്ഞോ, എന്താണ് സംഭവം? അപ്പോൾ അതായത് നമ്മുടെ ഫോൺ വെച്ച് ടോട്ടലി നമ്മുടെ വണ്ടി ഫുള്ള് കീലെസ് ആയിട്ട് ഫോണിലൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ സപ്പോർട്ടോടുകൂടി നമുക്ക് വണ്ടീനെ കൺട്രോൾ ചെയ്യാം. അതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ വരുന്നത്. ഒന്ന് വേണ്ടിട്ട് ബട്ടൺ കൺട്രോളും ഉണ്ട്, ദെൻ വോയിസ് കൺട്രോളും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ബട്ടൺ കൺട്രോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആപ്പ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് കണക്റ്റിന് പറഞ്ഞിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ വിക്കി എന്നാണ് നമ്മുടെ ബ്ലൂടൂത്ത് ഡിവൈസിൻ്റെ നെയിം. അത് കണക്ട് ചെയ്യുക. കണക്റ്റിങ് ഇപ്പോൾ കണക്റ്റഡ് ആയിട്ടുണ്ട്. ദെൻ ഇഗ്നിഷൻ ഓൺ ചെയ്താൽ ഇപ്പോൾ വണ്ടിയുടെ ഇവിടെ ആപ്പിൽ ഇഗ്നിഷൻ ഓൺ ആക്കിയപ്പോഴത്തേക്കും വണ്ടിയുടെ ഒന്ന് ഓഫ് ചെയ്ത് ഇഗ്നിഷൻ ഓഫ് ചെയ്ത് കണ്ടോ, ഇഗ്നിഷൻ ഓഫായി. ഇഗ്നിഷൻ ഓൺ ചെയ്ത് കണ്ടോ, ഇഗ്നിഷൻ ഓൺ ചെയ്യും. എല്ലാം ചെയ്യണത് ഈ ഒരു ആപ്പ് വെച്ചിട്ടാണ്. ഇത് സെൽഫ് മെയ്ഡ് ആപ്പാണോ, സ്വന്തം ഉണ്ടാക്കിയതാ? അതെ അതെ. ഓക്കെ. അപ്പോൾ നമ്മുടെ എമിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ആപ്പാണ്. ഇതിൽ നമുക്ക് ഇനി അടുത്ത് എന്താ, വണ്ടിയുടെ കിൽ സ്വിച്ച്. ഇത് കിൽ സ്വിച്ച് ആയിട്ട് കിൽ സ്വിച്ച് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിൽ സ്വിച്ച് നമ്മൾ ഇവിടെ ഓഫ് ചെയ്താലും നമുക്ക് ഈ ആപ്പ് വഴി ഓൺ ചെയ്യാം. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? കണ്ടോ, വണ്ടി സ്റ്റാർട്ടായി. നമ്മളിവിടെ എവിടെയും തൊട്ടില്ല, എല്ലാം ഈ ഫോൺ വഴിയാണ് ഓൺ ആയത്, വണ്ടി സ്റ്റാർട്ടായതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി വണ്ടി ഓഫ് ചെയ്തൊന്ന് കിൽ സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ വണ്ടി ഓഫായി. പിന്നെ ഇനി അടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഇനിയും ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ 1, 2, 3, 4, 5, 7, 8 ഓപ്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലിപ്പോൾ 4 ഓപ്ഷനാണ് ആഡ് ചെയ്തേക്കുന്നത്. അതിൽ എനിക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻ തോന്നിയത് ഫൈൻഡ് മൈ ബൈക്ക് ആട്ടോ. നമ്മളിപ്പോൾ വണ്ടി എവിടെയെങ്കിലും അല്ലെ ഏതെങ്കിലും പാർക്കിംഗ് ഏരിയാസിൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ കുറേ ബൈക്സ് ആണെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ആപ്പിൽ ഫൈൻഡ് മൈ ബൈക്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കിൽ ഹോൺ അടിക്കും. അത് നമുക്ക് വേറെ എന്ത് ഇപ്പോൾ ഹെഡ് ലാമ്പ് കണക്ട് ചെയ്യാം, എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. കസ്റ്റമറുടെ ആവശ്യമനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എമിൽ, ഇത് എന്താണ് ഈ ഡിവൈസ്? നമ്മൾ എന്താണ് ഇതിൽ ഈ ഡിവൈസ് വെച്ചേക്കുന്നത്? ഇതിലൊരു ബ്ലൂടൂത്ത് ഡിവൈസ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തെടുത്താണ്. അതായത് അതിൻ്റെ ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് ചെറിയൊരു മോഡ്യൂളായിട്ട് കാണിച്ചു തരാം. അത് സീറ്റിൻ്റെ അടിയിലാണ് നമ്മുടെ എമിൽ ഇത് വെച്ചേക്കണത്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കിയേക്കാം. ഇതാണ് സാധനം. ഇടുക്കി വ്ളോഗ്സ് ആണ് നമ്മുടെ എമിലിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അല്ലേ? അതാണ് ഇടുക്കി വ്ളോഗ്സ് എന്നാണ് ആളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. അപ്പോൾ ഇതാണ് ബിൽഡ് ചെയ്തേക്കുന്ന ഡിവൈസ്. ഇത് ഫുള്ളി സീൽഡ് ആണ്, അതുകൊണ്ട് നമുക്ക് തുറന്ന് കാണിക്കാം. വാട്ടർ പ്രൂഫാണ്. ഓക്കെ, ഇതാണ് ഡിവൈസ്. ഇതിലാണ് ആ ബ്ലൂടൂത്തും ബാക്കി എല്ലാ ആ ഒരു ഫുൾ റിലേ യൂണിറ്റും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്താണ് എമിൽ സെറ്റ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, പറഞ്ഞോ. അപ്പോൾ ഈ ഡിവൈസ് നമ്മൾ ചെയ്യുന്നത്, അതായത് വണ്ടിയുടെ വേറെ വയറിങ്ങിറ്റ് കാര്യങ്ങൾ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഡിവൈസ് നേരെ വണ്ടിയുടെ എല്ലാ സ്വിച്ചസിലേക്കാണ്. അതായത് ഇതിൻ്റെ അകത്ത് 4 സെറ്റ് റിലേ ഉണ്ടാവും. ആ റിലേയുടെ ഔട്ട്പുട്ടിൽ നിന്ന് 2 വയേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ വയേഴ്സ് നേരെ വണ്ടിയുടെ കിൽ സ്വിച്ച് ആണെങ്കിൽ കിൽ സ്വിച്ച്, കീ സെറ്റ് ആണെങ്കിൽ കീ സെറ്റ്, എല്ലാ വയേഴ്സിലേക്കും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യണം അല്ലേ? അപ്പോൾ ഇത് ഫുൾ ടൈം കണക്ട് ആക്കിയാൽ ബാറ്ററി ഡ്രെയിൻ ഔട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമോ? ഇപ്പോൾ കണ്ടിന്യൂസ് ഒരു 1 വീക്ക് നമ്മൾ വണ്ടി എടുക്കാണ്ടിരുന്നാൽ പോലും വണ്ടിയുടെ ചാർജിങ്ങിന് വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല. ബ്ലൂടൂത്ത് ഏറ്റവും കുറച്ച് കറണ്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ്. ഓക്കെ. അപ്പോൾ ഇത് എമിൽ ഇത് ഏകദേശം എത്ര രൂപ ചിലവായിട്ടുണ്ട് ഇതിന്? നമുക്ക് ചെയ്ത് എടുക്കുന്നതിന് വിത്തൗട്ട് ഫിറ്റിംഗ് ആണെങ്കിൽ 2500 ആണ് വരുന്നത്. വിത്ത് ഫിറ്റിംഗ് ആണെങ്കിൽ നമ്മൾ 3000 ഫുൾ ഫിറ്റ് ചെയ്ത് കൊടുക്കും. നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് കസ്റ്റമൈസ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ വിക്കിന്ന് വേണ്ടിയിട്ടാണ് വോയിസ് കൺട്രോളും കാര്യങ്ങളും ചെയ്തേക്കുന്നത്. അപ്പം കസ്റ്റമൈസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ വണ്ടിക്ക് ഇഷ്ടമുള്ള പേര് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഞാൻ കൊടുത്തേക്കുന്ന നെയിംസ് ഫുൾ വോയിസ് കമാൻഡ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയും നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് ആയിട്ട് എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ABS യൂണിറ്റിന് നമുക്ക് ഫോൺ വെച്ചിട്ട് കട്ട് ചെയ്യാവുന്നൊരു, അതായത് ആ ഒരു ആപ്പ് വെച്ചിട്ട് നമുക്ക് ABS ഓഫ് ചെയ്യാൻ പറ്റും വണ്ടിയുടെ ഫുള്ളായിട്ട് അല്ലേ? ഓക്കെ. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെ. ഈ കാര്യം ഇപ്പോൾ കുറേ വണ്ടിയിൽ ABS ഓഫ് എന്ന ഓപ്ഷൻ വന്നില്ല, ഈവൻ ഒരു അഡ്വഞ്ചർ ബൈക്ക് ആയാലും. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് നമുക്ക് ABS യൂണിറ്റും നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. വേറെ എന്തെങ്കിലുമൊക്കെ ഫ്യൂച്ചറിൽ പ്ലാൻ ഉണ്ടോ? നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ അടുത്തൊരു ഡിവൈസ് പ്ലാൻ ചെയ്യുന്നത്, ഇപ്പോൾ വണ്ടി കള്ളന്മാരെടുത്തുകൊണ്ട് പോകുന്നൊരു ഇഷ്യൂ ആണ് കൂടുതലും എൻ്റെ അടുത്ത് ഇൻസ്റ്റലാണ്. അതെ, കുറേ മിസ്സിംഗ് കേസസ് ഉണ്ട്. ഡിവൈസ് പ്ലാൻ ചെയ്യുന്നത് വണ്ടിയുടെ കീ സെറ്റിൻ്റെ വയറിങ്ങിൽ ആരെങ്കിലും എന്തെങ്കിലും ടച്ച് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ECU ഫുള്ളായിട്ട് ഡൗൺ ആവും. പിന്നെ വണ്ടിയുടെ ഓൺ ഓഫ് വന്ന് റീസെറ്റ് ചെയ്താൽ മാത്രമാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ നമുക്ക് ഇതിൽ GPS മോഡ്യൂളും കാര്യങ്ങളും എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാം. ആവശ്യമനുസരിച്ച് നീഡ് അനുസരിച്ച് നമുക്ക് GPS മോഡ്യൂളും കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുക്കാം, എല്ലാം ചെയ്യാൻ പറ്റും.
പിന്നെ അതുകൂടാണ്ട് നമുക്ക് ഈ ആപ്പ് അല്ലാണ്ട് നമുക്ക് വോയിസ് കൺട്രോൾ വെച്ച് ഇത് ആക്ടിവേറ്റ് ചെയ്യാം അല്ലേ? അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതിൽ തന്നെ നമ്മൾ നേരത്തെ ചെയ്തോണം തന്നെ കണക്ട് റോബോട്ട് കൊടുക്കുക, വിക്കി എടുക്കുക, കണക്ട് വിക്കി. ഇപ്പം ഞാൻ ഇതിന് വിക്കി എന്നാണ് നെയിം കൊടുത്തേക്കുന്നത്. സോ വിക്കിനെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം വിക്കിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. വിക്കി ടേൺ ഓൺ, കണ്ടോ ഓണായി, ഇഗ്നിഷൻ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് എഞ്ചിൻ കണ്ടോ. അത്രേ ഉള്ളൂ. വോയിസ് കമാൻഡ് വെച്ചിട്ട് വരെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, വണ്ടിയുടെ ആക്ടിവേഷൻ ചെയ്യണതും എല്ലാം. അപ്പോൾ അതൊന്ന് ഓഫ് ചെയ്തോ, ജസ്റ്റ് ഓഫ് ചെയ്യണ കമാൻഡും കൂടി കൊടുക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ ഇത് നമ്മുടെ എങ്ങനെ ബ്ലൂടൂത്ത് ഡിവൈസ് ആണല്ലോ, അപ്പോൾ ഇത് എത്ര ഡിസ്റ്റൻസ് നമ്മൾ നിൽക്കണം വണ്ടിയുടെ? നോർമലി പറയുന്നത് ഒരു 50 to 20 മീറ്റേഴ്സ് റേഞ്ചാണ് ബ്ലൂടൂത്ത് ഡിവൈസിന് കിട്ടത്തുള്ളൂ. 15 to 20 മീറ്റേഴ്സ്. ഓക്കെ, ആ ഒരു ഡിസ്റ്റൻസ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ ഇതേ നമ്മുടെ ഒരു NS200 ഇത് ഫ്രണ്ട് സസ്പെൻഷൻ വരെ മാറിയിട്ടുണ്ട് നമ്മുടെ എമിൽ. അപ്പോൾ എമിലിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ വേറെയും കുറേ മെത്തേഡ് വഴി ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം, RFID വെച്ച് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ നമുക്ക് വേറെ എന്തൊക്കെയാണ് എക്സ്ട്രാ ചെയ്തേക്കണേ? ഒരു ഓഫ് റോഡ് ബൈക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, എനിക്ക് ഒരു ഓഫ് റോഡ് ബൈക്ക് ബിൽഡ് ചെയ്തെടുത്തിട്ട് എനിക്ക് അയച്ചിട്ടുണ്ട്. എനിക്ക് ഇടുക്കിയിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് എനിക്കത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ബട്ട് എല്ലാം നമ്മുടെ എമിലിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാം ഇടുക്കി വ്ളോഗ്സ് എന്നാണ് ഇൻസ്റ്റാഗ്രാം ID. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എമിലിൻ്റെ ഇൻസ്റ്റാഗ്രാം ID പോയി ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ സാധനം വാങ്ങി നിങ്ങളുടെ വണ്ടി ഫിക്സ് ചെയ്യണമെങ്കിൽ എമിലിനെ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാം എമിൽ തന്നെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ ബെല്ലിംഗ് അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യാം. മറ്റാരുമല്ല നിങ്ങൾ സ്വന്തം കൊച്ചിമച്ചാൻ. ബൈ.